രണ്ടും സുഖമായിരിക്കുന്നു, അവനെ കുഴപ്പമൊന്നുമില്ല. പൊടിക്കുഞ്ഞ് കണ്ട വെല്ലുവിൻ്റെ കയ്യിലിരിക്കുന്നു. അടുത്ത ആഴ്ചയിലോ? അപ്പം നിങ്ങൾ കൊണ്ടുപോകാൻ വരത്തില്ലേ? ഇല്ലേ? ആഹാ ആഹാ, അങ്ങനോ? ഇല്ല, പപ്പ ആകത്താ, ഞാൻ പറയാം. ആ എന്നാ ശരി മോനെ. ഡാഡി പറഞ്ഞത് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുചെല്ലാന്. അല്ല, ഒരാഴ്ച കഴിഞ്ഞ്. ഓ ആ, അമ്മ ഇവിടെ നിൽക്കുവായിരുന്നോ? മോളെ, അവരൊക്കെ എന്നാടി വരുന്നത്? കുഞ്ഞു പറഞ്ഞല്ലോടി ഇപ്പൊ ഉടനെ വരുമെന്ന്. നമ്മുടെ പ്ലാവെ 2 ചക്ക കിടപ്പില്ലയോ, അതും വറക്കണം, ഒരു ഏത്തക്കൊലയും മേടിച്ച് വറക്കണം കൊണ്ടുപോകാനെ കൊണ്ട്. അമ്മേ അത് പിന്നെ ഞാൻ പറയാം അമ്മേ. ചേട്ടാ, ചിന്തുമോനാ വിളിച്ചതേ. കുഞ്ഞിന്റെ സ്കൂള് അടുത്ത ആഴ്ച തുറക്കും. അവർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരുന്നില്ല. നമ്മൾ രണ്ടും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു വിസിറ്റിംഗ് വിസ എടുത്തു തരാം 1 മാസത്തേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പായോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തോ പറയുന്നു? എന്നാ പിന്നെ നമുക്ക് 1 മാസത്തേക്കൊന്ന് കറങ്ങി അടിക്ക് വരാവിടെ. ആണോ? അയ്യോ മോളെ, നീ കൊള്ളാമല്ലോടി. എന്നെ അപ്പൊ നിങ്ങളൊരു ഗൂഢാലോചനയായിരുന്നു. എന്നെ കൊണ്ടുപോകാതെ കൊണ്ടുപോകാനാണോ നിങ്ങൾ ഒരുങ്ങുന്നത്? ഞാൻ തന്നെ ഇവിടെ നിൽക്കാനോ? എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാനും വരുവോ? പോകാം മോനെ, നമുക്ക് പോകാം. എടേ, ഇത് വലിയ പ്രശ്നമാകുമല്ലോടെ. വെല്ലു കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടില്ലയോ? വെല്ലുവിന്റെ കാര്യമല്ലോ മോൻ പറഞ്ഞോ? ഇനിയിപ്പോ അതെന്തോ ചെയ്യും അതിന്റെ കാര്യം? എനിക്കറിയത്തില്ല ചേട്ടാ, ഇപ്പൊ എന്തോ ചെയ്യാനാന്ന്. കണ്ടില്ല, നമ്മൾ ഇനി പോയാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനം തരത്തതും ഇല്ല. എന്തോ ചെയ്യുന്നേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അതിനെ കൂടെ കൊണ്ടുപോകാം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? അമ്മയോട് വരാൻ പറയട്ടെ. അമ്മ ചിന്തുവനെ വിളിച്ച് പറയാം. അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് വിട്ടിട്ട് 10 ദിവസത്തേക്കകം തിരിച്ചു വരാമേ. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ വലിയ ചിലവല്ലയോ? പ്ലീസ് അമ്മേ, 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മ ഇവിടെ തന്നെ ഒന്ന് നിൽക്കമ്മേ. എന്നെ കൊണ്ടൊക്കത്തില്ല. 10 ദിവസം എന്നല്ല, നിങ്ങൾ 3-4 മാസം കഴിയാതെ നിങ്ങൾ വരത്തില്ല. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പ്രയാസമാണ്. പറ്റത്തില്ല, ഞാനിവിടെ വരും. ശരി, അമ്മ പോയി പേപ്പറുകളെല്ലാം എടുത്തോണ്ട് വാ. ടിക്കറ്റ് എടുക്കണ്ടേ? അതാണ് മോളെ, എന്റെ റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എല്ലാം ഉണ്ട്. ഇനിയിപ്പം എന്നെ കൊണ്ടുവന്നതിന് കുഴപ്പമില്ലല്ലോ. അതേണ്ടേ അമ്മേ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോവാ. വിസയും ടിക്കറ്റും ഒക്കെ എടുക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം. നീ എന്തോ അടവും തന്ത്രവും. നീ ആദ്യം തൊട്ടേ നീ എന്നെ കൊണ്ടുപോകാതിരിക്കാനുള്ള പല അടവുകളും നീ എടുത്തു. ആ ശാന്തമ്മയുടെ മോനെ ശാന്തമ്മയെ കൊണ്ടുപോയി, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പൊ ഓരോന്നോരോ പ്രാവശ്യം പറഞ്ഞോളുക. അമ്മ, ശാന്തമ്മയുടെ മോൻ അവരെ എവിടെ കൊണ്ടുപോയേ? ഡൽഹിയില്. അമ്മ, ഡൽഹി പോകുന്നതിന് പാസ്പോർട്ട് വേണ്ടാമേ. പക്ഷെ നമ്മൾ ഗൾഫിൽ പോകുന്നതിന് പാസ്പോർട്ട് വേണം. എന്റെ സുജയ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ സുജയ ഇവിടെ തന്നെ താമസിക്കുന്നത്? ഞാൻ വരാനെ കൊണ്ട് ഒരുങ്ങി നിൽക്കുമല്ലയോ? ഞാൻ വരുന്നുണ്ട്, ഞാൻ തന്നെ ഇവിടെ താമസിക്കുമോ? നീ അത് എന്തോ മനസാക്ഷി ഇല്ലാത്ത വർത്താനം പറയുന്നത്. ഞാനും കൂടെ വരുവോ?